കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 50 ലക്ഷം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ജെസി സാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്ലാൻ ഫണ്ടും പ്രത്യേക ഘടക പദ്ധതികളും ഉൾപ്പെടെ 55 കോടി രൂപയുടെ വരവ് കണക്കാക്കുന്ന വികസന പദ്ധതികൾക്കാണ് അംഗീകാരമായത്. അടിസ്ഥാന സൗകര്യ വികാസത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റ് ട്രൈബൽ റോഡിതര മേഖലകൾക്കായി വൻതോതിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ആകെ 55 കോടി രൂപ വരവും 54.5 കോടി രൂപ ചിലവും വരുന്ന മിച്ച ബജറ്റാണ് പ്രസിഡന്റ് ജെസി സാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അവതരിപ്പിച്ചത്. 5.99 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ജനറലും 1.61 ലക്ഷം രൂപ പ്രത്യേക ഘടക പദ്ധതികളിലും 48 ലക്ഷം രൂപ ട്രൈബൽ ഘടക പദ്ധതികളിലും 1.41 ലക്ഷം രൂപ റോഡിതര ഫണ്ടായും ലഭിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. കൂടുതലായും കാർഷിക മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളത്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് തന്നെയാണ് ഈ വർഷവും ഊന്നൽ കൊടുത്തു മുമ്പോട്ട് പോകുന്നത്. കാർഷിക മേഖലയിൽ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ കുടിവെള്ളം എത്താത്ത മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും അടങ്ങുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തെടുത്തിട്ടുള്ള ന്യൂനതമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്